ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങളവിടെ എങ്ങനെയുണ്ട്? തണുപ്പൊക്കെ നല്ല തണുപ്പുണ്ടോ? ഇപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് ഇത്തിരി നല്ല തണുപ്പാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. തണുപ്പായതുകൊണ്ട് പാലൊക്കെ കുറച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് കറവ നടന്നുകൊണ്ടിരിക്കുക. അറൗണ്ട് 5:15 കഴിഞ്ഞു ടൈം. ഇപ്പോൾ കാലത്ത് നമ്മളുടെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. ഈ നേരത്ത് ഇവിടെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് 50 രൂപ കൊടുത്താൽ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഫാമൊന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കളക്ട് ചെയ്തില്ല. നമ്മൾ പഞ്ചായത്തിലൊക്കെ പോയി കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളക്ട് ചെയ്യാൻ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതേ കണ്ടോ, ഇത് മൊത്തം നമ്മളുടെ പഴയ യൂസ് ചെയ്ത ബിയർ വേസ്റ്റിൻ്റെ ചാക്കും നമുക്ക് സൈലേജിൻ്റെ പ്ലാസ്റ്റിക് വരുന്നില്ലേ, അതെല്ലാം. സങ്കടമുണ്ട് ഇങ്ങനെ കത്തിക്കണതിന്. വേറെ വഴിയില്ല. ഞാനിപ്പോൾ ഈ സാധനത്തിന് എവിടെ കൊണ്ടുപോയിട്ടാണ് കളയുക? പ്ലാസ്റ്റിക് കളയുന്നതിനൊരു വഴി വേണ്ടേ? വല്ലവിടെയും ചുരുട്ടിക്കൊണ്ട് റോട്ടിടാൻ പറ്റില്ലല്ലോ, അത് ചെയ്യുന്നത് തെറ്റല്ലേ. പിന്നെ ഇതാണ് വഴി. ഇതിപ്പോൾ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ ടൈമിൽ ചെയ്യുന്നത്, കംപ്ലയിൻ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിടുന്നുണ്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് പോലും കൊണ്ടുപോകാറില്ല. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ കൂടെ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ അവർക്കത് പറ്റില്ല. ഇവിടെ വീട്ടിൽ വന്നിട്ട് പോലും കളക്ട് ചെയ്യുന്നില്ല. നല്ല ഹരിതകർമ്മം. അപ്പോൾ നമ്മളിത് ചുരുങ്ങിയത് 6-7 മാസത്തെ സാധനങ്ങളുണ്ട്. പുതിയ ചാക്കുകളൊക്കെ നേരത്തെ എടുക്കാൻ ആൾ വരുമായിരുന്നു. നമ്മളുടെ ഫീഡിൻ്റെ ചാക്കെല്ലാം 7 രൂപയും, ബിയർ വേസ്റ്റിൻ്റെ ചാക്ക് അല്ലെങ്കിൽ നമ്മുടെ കലപ്പ് തവിട് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ചാക്കെല്ലാം 3 രൂപയും വെച്ച് എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്കൊന്നും ചാക്ക് വേണ്ട. ഇവിടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് നെല്ല് അളക്കുന്ന ടൈമാവുന്ന സമയത്ത് ഇഷ്ടം പോലെ ചാക്കിന് ആവശ്യം വരുമായിരുന്നു. അപ്പോൾ സമയത്ത് നമ്മൾ കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്രാവശ്യം പിന്നെ അതിനും ആൾ വന്നില്ല. പിന്നെ ഇതേ ഉള്ളൂ വഴി. സോറി ഇങ്ങനെ കത്തിക്കുന്നതിൽ. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും വേറെ വഴിയില്ല, പറയാതെയും വയ്യ. ഓക്കെ.